സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന ഫണ്ടിനെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ നിർമ്മിക്കുന്നവർക്ക് വ്യക്തമായ പരിശീലനം നൽകണം. വ്യക്തമായ പരിശീലനം ഇല്ലാതെ സിനിമയെടുത്താൽ ആ പണം നഷ്ടമാകുമെന്നും അടൂരിന്റെ വിവാദ പരാമർശത്തിൽ സദസ്സിൽ വിമർശനം. കാശിപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. നിർബന്ധമായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം കൊടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത്, ഒരിക്കലും ഗവൺമെൻറ് ചുമതലയല്ലത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, പരാമർശത്തിനെതിരെ സദസ്സിൽ തന്നെ വിമർശനം ഉയർന്നെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി എന്തായിരുന്നു പരാമർശം, വിശദാംശങ്ങൾ? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകുന്നുണ്ട്. 1.5 കോടി രൂപയാണ് നൽകുന്നത്. ആ തുക നൽകുമ്പോൾ അത് കൃത്യമായി വിനിയോഗിക്കപ്പെടണമെന്ന ഒരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് സർക്കാരിന്റെ ഫണ്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ 3 മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് കൃത്യമായി തന്നെ കൊടുക്കണം. അത് സർക്കാരിന്റെ നികുതി പണമാണ്. അത് സൂപ്പർ സ്റ്റാറിന് വെച്ച് എടുക്കേണ്ട സിനിമയ്ക്ക് നൽകുന്ന തുകയല്ല, അത് വാണിജ്യ സിനിമയ്ക്കുള്ള തുകയല്ല. അതുകൊണ്ട് കൃത്യമായ പരിശീലനമില്ലെങ്കിൽ ആ തുക നഷ്ടമാകും എന്നാണ് അതിനെ സദസ്സിൽ വിമർശനം ഉയരുകയും ചെയ്തു. പുഷ്പവതി പൊയ്പ്പാടത്താണ്, കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് അവരാണ് ഈ എഴുന്നേറ്റ് ആ സമയത്ത് അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് മറുപടിയായി ശ്രീകുമാരൻ തമ്പി സംസാരിച്ചപ്പോഴും ഒരു മറുപടിയായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ സിനിമ നിർമ്മിച്ചാണ് താൻ പഠിച്ചതെന്നാണ് ഒരു വിമർശനം പോലെ, അല്ലെങ്കിൽ അതിനൊരു മറുപടിയായി ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വിവാദം തന്നെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും ഉന്നമനത്തിന് വേണ്ടിയാണ്, അവരും സിനിമയിലേക്ക് വരണം എന്ന കാഴ്ചപ്പാട് കൂടിയാണ് ഈ തുക സർക്കാർ നൽകുന്നത്. അതിനെയാണ് ഈ രീതിയിലൊരു വിമർശനമായി അടൂർ ഉന്നയിച്ചത്. എന്തായാലും അതിനെ ആ സദസ്സിൽ തന്നെ അപ്പോൾ തന്നെ അതിനെ ചോദ്യമായി ഉയരുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അഖില, സിനിമ നിർമ്മിക്കുന്നവർക്ക് വ്യക്തമായ പരിശീലനം നൽകണം, നൽകുന്ന തുകയിൽ കുറവ് വരുത്തണം എന്നൊക്കെയാണ് അടൂർ പറഞ്ഞിട്ടുള്ളത്. അടൂരിന്റെ ഈ പരാമർശത്തിൽ സദസ്സിൽ തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.